ഒടിഞ്ഞു പോട്ടെ കേട്ടെ മൂലക്ക് പോയി പാർക്ക് ചെയ്യൂ. നമസ്കാരം. വീഡിയോ എടുക്കണോ? നല്ല കക്ഷിയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കണം. നമസ്കാരം. ഒടിഞ്ഞു പോട്ടെ കേട്ടെ മൂലക്ക് പോയി പാർക്ക് ചെയ്യൂ. നമസ്കാരം. വീഡിയോ എടുക്കണോ? നല്ല കക്ഷിയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കണം. നമസ്കാരം. മൈക്ക് ഒരു മിനിറ്റ് തരാമോ? പ്രിയമുള്ളവരെ, അടുത്ത ഗാനം ആലപിക്കുന്നത് വരന്റെ അളിയനും അമച്ചർ രംഗത്തെ പ്രശസ്ത ഗായകനുമായ ശ്രീ തങ്കക്കുട്ടനാണ്. ശ്രീ തങ്കക്കുട്ടൻ കൊണ്ടാവണേ. ഏത് പാട്ടാ പാടുന്നേ? മാണിക്യ വീണയുമായി. അത് ബെസ്റ്റ്. മാണിക്യ വീണയുമായി പാട്. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരത്തൂരിലുണർന്നവളെ പാടുകില്ലേ, വീണ നീട്ടുകില്ലേ നിന്റെ വേദനയല്ല. ഇതാ മുനിസിപ്പാലിറ്റിയിൽ തൈലം തളിക്കാൻ തങ്കക്കൂട്ടനാണല്ലോ. അവൻ ചെക്കൻ്റെ അളിയനാണോ? ഏയ്, ഒരു അകന്ന ബന്ധു. നിങ്ങളുടെ ട്രൂപ്പിലുള്ളവർ മാത്രം പാടിയാൽ മതി. തങ്കക്കുട്ടൻ നന്നായിട്ട് പാടും. എങ്കിലേ പുറത്തു പോയി വയറ്റി തെറിച്ച് പാട്, ചില്ലറ കാശ് കിട്ടും. സാർ അങ്ങനെ പരിഹസിക്കരുത്. പരിഹസിക്കാൻ നീ പാടണം നോക്കാം. വേണ്ട ഉദാരേട്ടാ, നമ്മള് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. മയക്കം കൊടുത്തേ. ഇയാളെ അതിന് നീ പാട്. അയാളെ ഞാൻ വേണ്ട. അളിയന്റെ കല്യാണമാണ്, നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നീ വിഷമിക്കണ്ട. നിനക്ക് എത്ര പ്രോഗ്രാം വേണം ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ ഗാനമേളാടാ. എന്താടാ ഇത്? ചങ്കക്കുട്ടാ എന്താ ഇത്? ആട്ടോ ബന്ധല്ലേ? എല്ലാം ദൈവനിശ്ചയ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അങ്ങ് നടക്കും, അത്ര തന്നെ. ഇതാരാ ഉമ്മാർ ഇപ്പൊ ഇവിടെ കയറ്റിയിട്ടാൻ പറഞ്ഞത്? ഇവരൊക്കെ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് സാറേ. ആണോ? സാധുക്കൾക്ക് കല്യാണം കഴിഞ്ഞ് സൗജന്യ സദ്യ ഉണ്ട്, അപ്പൊ ഇരുന്നാ മതി. സൗജന്യ സദ്യ തന്റെ അമ്മൂമ്മയ്ക്ക് അമ്മായിയമ്മയ്ക്ക് കൊണ്ട് കൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണോ? ക്ഷമിക്കുന്നതിന് അതിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വളർത്താക്കണ്ട സാറേ. ഞങ്ങൾ അജയ തന്റെ ഈ ആഗ്രഹം നടക്കില്ല. നടത്തിക്കില്ല. ആ കാണാം. ഈ അഹങ്കാരത്തിന്റെ സ്വയം ഞങ്ങളോട് വേണ്ട. ക്ഷമിക്കുന്നതിനൊരു അതിലുണ്ട്. ഒരുമാതിരി വേഷങ്ങൾ കാണിക്കരുത്. പ്രശ്നം അജയ, ഇവന്മാരിവിടെ ഇറക്കി വിടാതെ കല്യാണം നടക്കില്ല. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിട്ടാൽ ഞങ്ങൾ പോകും. ഞങ്ങൾ പോയാലേ ചെക്കന് ഞങ്ങളോടൊപ്പം കാണും. ചെക്കനില്ല തന്റെ മോളെ താൻ കെട്ടുമോ? എന്നാൽ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് മതി. മതി. അജയ, എന്താ നിന്റെ തീരുമാനം? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു നോക്കാം. എന്താ താനെന്താണോ പന്തങ്ങളുടെ പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നേ? അവരൊക്കെ വലിയ ആൾക്കാരെ. നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. തൽക്കാലം നിങ്ങൾ ആൾക്കാരൊന്നും മാറിയിക്കാൻ പറ. അവർക്ക് അടുത്ത പന്തിയിൽ ഊണ് കൊടുക്കാം. അങ്ങനെ ആരുടെ സൗജന്യം ഒന്നും വേണ്ട. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിടുന്നതിന് നീ കൂട്ടു നിൽക്കുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവരില്ലാത്ത കല്യാണത്തിന് ഞങ്ങളുമില്ല. ഇവിടെ കിടന്ന് അലമുണ്ടാക്കുന്നേക്കാൾ നല്ല നിങ്ങൾ അറിയി പോകുന്നത്. നിങ്ങളൊന്നും നിർത്ത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ട അമ്മ, ഞങ്ങൾക്ക് തൃപ്തിയായി. ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും വില ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്.
പണം മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ. ആത്മാഭിമാനം ഇതുവരെ ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടില്ല. മനുഷ്യത്തുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങുക. 3 സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ഇല്ലെന്ന് വെച്ച് കല്യാണം മുടക്കണ്ട. എല്ലാരും വരിക. വാ. അയ്യോ, പോകരുത് മക്കളെ, മക്കളെ പോകരുത്. മതി, അത് മതിയടോ. ഏതോ ഒരു ഈർക്കിലി പാർട്ടിയുടെ പിൻബലമുണ്ടവന്. അതിന്റെ തണ്ട. അതെ. ആ പിന്നെ ഞാനേ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. സ്ഥലം SI ചാക്കോച്ചിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിന്ന് കാര്യം പറഞ്ഞിട്ട് അവൻ വഴങ്ങാൻ ഭാവമില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഒരു കരിമരുന്ന് പ്രയോഗം അറിയാലോ. എന്നാ പോ. ശരി സാർ. എന്താ പ്രശ്നം? ഒന്നുമില്ല മോനെ, ഒരു ചോട്ടാ പ്രശ്നം. നമ്മൾ ഇന്ദിരാനഗറിൽ ഒരു ഫ്ലാറ്റ് പണിയാൻ പരിപാടിയിട്ടില്ലേ? ഇപ്പൊ അങ്ങോട്ടുള്ള വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കാര്യം ക്ലിയർ ആയെന്ന് വന്ന് നിൽക്കുമ്പോഴാണ് താണ്ട് വരുന്നൊരു കുരിച്ച്. ഒരു കഴിവരുടെ മോൻ പലവട്ടം പറഞ്ഞു നോക്കി. അവൻ അടക്കുന്ന ലക്ഷണമില്ല. എന്നാ പിന്നെ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കാമെന്ന് വെച്ചു. അത്ര തന്നെ. ഡാഡി അജയ്നോട് എന്തോ കാര്യം പറയണമെന്ന് പറഞ്ഞല്ലോ. ആ, ഞാനതങ്ങ് മറന്നുപോയി. ഓ, മോൾ പോയി കുടിക്കാൻ തന്നെ എടുത്തോണ്ട് വാ. ശരി മോനിരിക്കും. വേറൊന്നുമല്ല, ഇനിയുള്ള എന്റെ എല്ലാ ബിസിനസ്സുകളിലും അജി എന്റെ കൂടെ ഉണ്ടായിരിക്കണം. മോനെ കണ്ടുകൊണ്ട് ഈ അങ്കിൾ ചില പദ്ധതികളൊക്കെ ശരിയാക്കുന്നുണ്ട്. എല്ലാം അങ്ങളുടെ ഇഷ്ടം പോലെ. വെരി ഗുഡ്. നിന്നെ മരുമകനായി കിട്ടിയത് എന്റെ ഭാഗ്യം. എന്റെ മോള് കണ്ടെത്തിയ മുത്തല്ലേ, മോശാവില്ല. പിന്നൊരു കാര്യം, നിനക്ക് എന്താവശ്യം വന്നാലും ഒരു അച്ഛനോടെന്ന പോലെ എന്നോട് പറയാം. നിന്നെ മരുമകനായിട്ടല്ല മകനായിട്ടാ ഞാൻ കാണുന്നേ. എല്ലാം എനിക്കറിയാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിന്നൊരു കളി കളിക്കാം. ഇങ്ങോട്ടിരിക്കും മോളെ. ഇല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കുമോനെ, നമുക്കിടയിൽ ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. കഴിക്കേ. അപ്പൊ ഇതാർക്കാ? അത് കൊള്ളാം. നിങ്ങൾ കമ്പനി വിടുമ്പോ ഞാൻ ചുമ്മാ ഇരിക്കണോ? കേട്ടോ അജി, കൊച്ചുനാള് മുതലേ ഇവിടെ ഒരു കുസൃതിയാ. ഇവിടെ വിശാലമായ 8 റൂംസ്. അതാ എന്റെ പ്ലാൻ. വല്ല രക്ഷയുണ്ടോ? അതെ, മുനിസിപ്പൽ ഓഫീസിനാണ് ഞങ്ങൾ വരുന്നത്. സാങ്ഷൻ വാങ്ങിക്കാതെ മുകളിലോട്ട് പടുതതിന് അവിടെ എഞ്ചിനീയറിംഗ് കമ്മീഷണർ ആകെ ചൂടായിരിക്കാം. എന്റെ എഞ്ചിനീയറെ, റൂളും വകുപ്പും നോക്കിയാ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാൻ നോക്ക് ഡാഡി. എന്റെ മോളെ, പഴയ കാലം പോലെയല്ല. ആ എഞ്ചിനീയറും കമ്മീഷണറും സിംഹങ്ങളാ. കൈക്കൂലി എന്ന് മുഴുവൻ കേൾക്കണ്ട, കൈ എന്ന് കേട്ടാ മതി, തൊഴിക്കും. അങ്ങളെ, നമുക്കിത് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഒബ്ജക്ഷൻ വന്നാൽ നമുക്ക് സ്റ്റേ വാങ്ങിക്കാമല്ലോ. ആട്ടെ, ഇനി എത്ര രൂപ വേണം തീർക്കാൻ? ആ കണക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം. വാ. ഓ, ഈ പണി എങ്ങാനും സ്റ്റോപ്പായ ലക്ഷങ്ങളാ ബ്ലോക്ക് ആവാൻ പോകുന്ന. കുഴി കുഴി. ഓ, അങ്ങനെ അലക്കി 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 അലക്കുകാരൻ അലക്കിക്കൊണ്ടേയിരുന്നു. കാശിക്ക് പോക്കൊട്ട് നടന്നതുമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കല്യാണക്കാര്യം വെച്ച് താമസിപ്പിക്കണ്ട. മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കും പപ്പേട്ടനെ ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടായി എന്നർത്ഥം. പ്രായമായ അമ്മയുടെയും അമ്മാവന്റെ ഇഷ്ടം അനുസരിക്കുന്ന ചെറുപ്പക്കാർ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെ അപൂർവം ചില ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാ ദേ ഇരിക്കുന്നത്. രമേ, സമ്മതമാണോ നീ തന്നെ അവരോട് ചോദിക്കേ? പറഞ്ഞു, മടിക്കണ്ട. പറഞ്ഞോ പറഞ്ഞോ. അമ്മയ്ക്കും അമ്മാവനും ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടായി. നിനക്കെന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ പറ്റിയ ഒരാള് പുറകിന്ന് ഒരു പിച്ച്. അപ്പൊ ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. എനിക്കുള്ള സ്വത്തിന്റെ നേർപാതി ഇവൾക്കുള്ളതാ. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപ വരും അല്ലേ? അതെ, 5. ബാക്കി പകുതി എന്റെ ഏക മകൻ അജയനുള്ളതാ. അതാണ് എന്റെ തീരുമാനം. ഇനി അഭിപ്രായം എന്തെങ്കിലും പറയാം. ഏട്ടൻ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സമ്മതമാ. 5 എന്നുള്ളത് പൊന്നായിട്ടോ പണായിട്ടോ?
അതൊക്കെ നിങ്ങൾ പറയണ പോലെ എനിക്കിനി അയക്കാൻ ഇവളും കൂടിയേ ഉള്ളൂ. അതെനിക്ക് ഭംഗിയായിട്ട് നടത്തണം. എല്ലാം എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ട് എങ്ങോട്ടേലും പോവാനാ? അതെ, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാ പിന്നെ സന്യാസം എന്നാണല്ലോ പ്രമാണം. ജാഥാപുരത്ത് നോക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒട്ടും വൈകണ്ടാന്നാ എനിക്ക് തോന്നുന്നത്. എന്തേ? അതെ. ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ ഇത് മീനം. വിഷുവിന് മുമ്പ് നല്ലൊരു ദിവസം തീരുമാനിച്ചാലോ? അതായത് 8, 9, 10 ഏപ്രിൽ 14 മുമ്പ്. ആയിക്കോട്ടെ. ഓ, അപ്പൊ ആ ഒരു ധാരണയില്ലേ നല്ലൊരു മുഹൂർത്തം നോക്കി തീയതി ഉറപ്പിക്കാലോ. പിന്നെന്താ, അങ്ങനെയാവാം. അപ്പൊ പറഞ്ഞതുപോലെ ഓ, ഞങ്ങൾ ഇറങ്ങുന്നു. വരട്ടെ.